അമ്മേ? എനിക്ക് പിന്നെ ബിരിയാണി വെച്ച് തരണം. എനിക്കറിയത്തില്ലമ്മേ. അത് പിന്നെ അമ്മയുടെ കൊച്ചുമരുമോളോട് പറയാം ഞാൻ. ആരാ കൊച്ചുമരുമോള്? കൊച്ചുമരുമോൾ എൻ്റെ ചിക്കുവാ. അമ്മമ്മയുടെ ഫേവറേറ്റ് ചിക്കൻ ബിരിയാണി നമുക്ക് പെട്ടെന്ന് എങ്ങനെ സിമ്പിളായിട്ട് ടേസ്റ്റ് ഒട്ടും കുറയാതെ തന്നെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അതിനായി ഞാൻ ആദ്യം കുറച്ച് സവാള ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു. ആ ഓയിലിലേക്ക് മസാലയ്ക്ക് ആവശ്യമായ സവാള ഉപ്പ് ചേർത്ത് വഴറ്റിയെടുക്കാം. അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് നന്നായി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴന്നതിന് ശേഷം നമുക്ക് മീഡിയം സൈസുള്ള 2 തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായി ഒന്ന് വെന്തുടഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് അതിലേക്ക് മല്ലിയില, പുതിനയില ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും പുതിനയിലയും നന്നായി വഴന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഗരം മസാലയാണ്. അത് നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയതാണ്. അതിൻ്റെ 1 സ്പൂൺ ഗരം മസാല ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് വെട്ടിക്കഴുകി തയ്യാറാക്കി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാവേ. ചിക്കൻ ചേർത്ത് നന്നായി ഒന്ന് 5 മിനിറ്റ് വഴറ്റിയതിന് ശേഷം മാത്രം നമുക്ക് വെള്ളം ഒഴിച്ച് ചിക്കൻ കുക്ക് ചെയ്യാൻ വെക്കാം. ഈ സമയത്ത് തന്നെ ഞാൻ അപ്പുറത്ത് റൈസ് റെഡിയാക്കുന്നുണ്ടായിരുന്നു. വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് കറുവാപ്പട്ട, ഏലക്ക, ഗ്രാമ്പൂ, നാരങ്ങാനീര് ഒഴിച്ചാണ് ഞാൻ ചോറ് തയ്യാറാക്കിയത്. നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ട് പറ്റിച്ചെടുക്കാം. അതിന് മുമ്പ് നമുക്കതിലേക്ക് 1 സ്പൂൺ ബിരിയാണി മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഗ്രേവിയൊക്കെ നന്നായി വറ്റി കഴിയുമ്പോൾ നമുക്ക് വലിയൊരു ഉരുളിയിലേക്ക് കുറച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം. അതിന് മുകളിലെ റൈസ്, മല്ലിയില, നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ഒരു ലെയറൂടെ സെറ്റ് ചെയ്യാം. ബാക്കിയുള്ള ചിക്കനും ഇട്ട് റൈസ് ഇട്ട് സവാള, മല്ലിയില എല്ലാം ഇട്ട് സെറ്റാക്കിയിട്ട് നമുക്ക് വീണ്ടും ഇതൊരു 2 മിനിറ്റ് ഒന്ന് തീ കൊടുക്കാം. അതും ചെറിയ സിമ്മിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഒരു 2 മിനിറ്റ് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം. അതിന് ശേഷം മാത്രം നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. അത് കഴിഞ്ഞ് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് നമുക്ക് അമ്മമ്മയോട് നമുക്ക് അഭിപ്രായം ചോദിക്കാം. ഇതാണ് നമ്മുടെ ബിരിയാണി. നല്ല ടേസ്റ്റാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സിമ്പിളാണ്. കൊള്ളാം, ഫസ്റ്റാ.